ഇന്ന് വഴുതനങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ വഴുതനങ്ങ തൈര് കറി. നമ്മളിതിനകത്തേക്ക് തേങ്ങയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. പേര് പോലെ തന്നെ നമ്മളിതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്ന 2 സാധനങ്ങൾ, ഒന്ന് വഴുതനങ്ങയും തൈരുമാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകും നല്ല ജീരകവും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ജീരകം നന്നായിട്ട് മൂത്ത് വരണേ, കളറൊന്ന് മാറി തുടങ്ങണം. ആ സമയത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 1/2 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇതുപോലെ കളറ് മാറി കിട്ടണം. കളറൊന്ന് മാറി കണ്ടോ ലൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ കളറിലേക്ക് കിട്ടണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവോള എരിഞ്ഞതും 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ പച്ചമുളക് കൂട്ടി ചേർക്കാം കേട്ടോ. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, സവോള കളറൊന്ന് മാറി തുടങ്ങിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഈ ഒരു വലുപ്പത്തിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ, തീരെ ചെറുതായി പോകരുത്. ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി ഇത് നമുക്ക് വാട്ടിയെടുക്കണം. അത് ഹൈ ഫ്ലെയിമിൽ, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അടച്ചു വെച്ച് വേവിക്കരുത്. അടച്ചു വെച്ച് വേവിച്ചാൽ ഇതങ്ങ് കുഴഞ്ഞു പോവും. കുഴഞ്ഞു പോയാൽ നമ്മുടെ ഈ കറിയുടെ ഒരു ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ വഴുതനങ്ങ വേവിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ എണ്ണയിൽ കിടന്ന് നമ്മുടെ വഴുതനങ്ങ നല്ല ഫ്രൈ ആയി വരണം. കണ്ടോ, ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. നമുക്ക് കാണുമ്പോൾ അറിയാം പുറമെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്, വഴുതനങ്ങ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഒരു 1/2 സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് പൊടിയുടെ ഒന്ന് പച്ചമണം മാറാനായിട്ട് 1 മിനിറ്റ് നേരം കൂടെ ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മെഴുക്ക് പുരട്ടിയായിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ചാറുകറി വേണ്ടവർക്കാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇങ്ങനെ തന്നെ മെഴുക്ക് പുരട്ടിയായിട്ട് കഴിക്കാനും നല്ലതാണിത്. നമ്മളിത് തൈരിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം 2 കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. 2 നുള്ള് ഉലുവ പൊടിച്ചതും ഒരു 1/4 സ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് ആ ചൂടിൽ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. ഒരു 1/2 ലിറ്ററാണ് ഞാൻ തൈര് എടുത്തിരിക്കുന്നത്. ഒത്തിരി അങ്ങ് പുളിച്ചു പോയ തൈരല്ല, എന്നാൽ ചെറിയ പുളിയുള്ള തൈരാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, കട്ട തൈരായിട്ട് തന്നെ ഞാൻ എടുക്കുന്നത്. ഒരു 1/4 സ്പൂണോളം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ചാറ് കുറച്ച് ലൂസാക്കി എടുക്കാം. ചേർത്ത ഉപ്പ് നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് വരെ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്